വണ്ടർഫുൾ മോർണിംഗ് ഡിയേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. ഒരു ചെറിയ ഗാർഡൻ ടൂർ പോയാലോ? പിന്നെ ഒരു ചെറിയ ഹാർവെസ്റ്റ് ഉണ്ട് കേട്ടോ. എൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ പറിക്കുന്നുണ്ട്. അത് നിങ്ങളായിട്ടും കൂടെ ഷെയർ ചെയ്യാം കേട്ടോ. വീഡിയോയിൽ പോകാം. കണ്ടോ, ഏർലി മോർണിംഗ് 6:30 ആയിട്ടേ ഉള്ളൂ. ഇത് സൂര്യപ്രകാശം കണ്ടോ, നല്ല ചൂടാണ് കേട്ടോ ഇപ്പോഴൊക്കെ. സോ ഇവിടെ നിന്ന് തന്നെ തുടങ്ങട്ടെ. ബ്യൂട്ടിഫുൾ സൺഫ്ലവേഴ്സ് കണ്ടോ, എത്ര പ്രാവശ്യം കണ്ടാലും എൻ്റെ ഭംഗി കണ്ടാലും തീരില്ല അല്ലേ, മതിയാവില്ല. കണ്ടോ, അടുത്തത് കിളുത്ത് വരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഞാൻ ബേഡ്സിന് കൊടുക്കണ വിൻ്ററിൽ ഇവിടെ ബേഡ്സിന് എല്ലാവരും ഭക്ഷണം എടുത്ത് വയ്ക്കും. അപ്പോൾ അങ്ങനെ അതിൽ ആ ഭക്ഷണത്തിൽ ഉള്ളതാണ് ഈ സൺഫ്ലവർ സീഡ്സ്, നിലക്കടല, അതൊക്കെ. അങ്ങനെ അത് ആ സീഡ്സ് ഈ ബേഡ്സ് ഓരോന്നും കഴിച്ചിട്ട് ഇവിടെ ഞാൻ വളർത്തുന്ന ബേഡ്സൊന്നും അല്ല കേട്ടോ. ഇവിടെ ഉള്ള കാട്ടിലുള്ള, ഇവിടെ ഓപ്പോസിറ്റിലൊരു കാടാണ് കണ്ടില്ലേ, ഇവിടെ ഉള്ളതും പിന്നെ വരുന്ന ബേഡ്സ് ഇവിടെ വന്ന് വിൻ്ററിൽ അവർക്ക് ഭക്ഷണം കിട്ടില്ലല്ലോ. അപ്പോൾ ഇതുപോലൊക്കെ എല്ലാവരും ചെയ്യണതാണ്. ഇവിടെ ഭക്ഷണമൊക്കെ എടുത്ത് വയ്ക്കും. അങ്ങനെ ഭക്ഷണം എടുത്ത് അവർക്ക് പിന്നെ നട്ട്സ് എടുത്ത് വയ്ക്കുന്നതാണ്, മേടിച്ച് വയ്ക്കുന്നതാണ്. അപ്പോൾ ആ മേടിച്ച് വയ്ക്കുന്ന നട്ട്സിൽ നിന്ന് ഇവർ ഓരോന്ന് കഴിച്ച് ഇങ്ങനെ കുറച്ച് നട്ടിന് ഇത് ഇങ്ങനെ ചട്ടിയിൽ ഇട്ട് വെച്ചിട്ട് പോകുക കേട്ടോ. ഓരോ ചട്ടിയിൽ ഇട്ട് വെച്ചിട്ട് പോകുന്നുണ്ട്. അങ്ങനെയാണ് എനിക്കിങ്ങനെ ബ്യൂട്ടിഫുൾ സൺഫ്ലവേഴ്സ് എവറി ഇയർ കിട്ടുന്നത് കേട്ടോ. കണ്ടില്ലേ, ഓരോ ചട്ടിയിലും ഉണ്ട്. ഈ 2 എണ്ണം 2, 3 തൈയൊക്കെ ഉണ്ട് കേട്ടോ ഓരോ ചട്ടിയിൽ. അതുകൊണ്ട് എനിക്ക് ഫ്ലവേഴ്സ് മേടിക്കേണ്ടി വരുന്നില്ല. പിന്നെ പരാഗണത്തിനും ഇത് നല്ലതാണല്ലോ. ഇങ്ങനെ നമ്മൾ വെജിറ്റബിൾസും ഇതൊക്കെ ചെയ്യുമ്പോൾ വെജിറ്റബിൾസിന് പരാഗണം ഉണ്ടാവാൻ നല്ലതാണല്ലോ. അങ്ങനെ ഓക്കെ, ഇത് ഓരോ ചട്ടിയിലും ഇങ്ങനെ ഇത് സൺഫ്ലവർ സീഡ്സ് എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം പിന്നെ കൂടുതൽ സീഡ്സൊന്നും ഞാൻ മേടിച്ചില്ല. നട്ടു വെച്ചതും അല്ല കേട്ടോ. കുറേ സീഡ്സുകൾ, കുറേ തൈകൾ തന്നെ കിളുത്ത് വന്നതാണ്. 1-2 മേടിച്ചിട്ടുള്ളൂ ഞാൻ കടയിൽ നിന്ന്. പിന്നെ 1-2 ഞാൻ നട്ടു വെച്ചതുള്ളൂ. കൂടുതലും സീഡ്സുകൾ ഇവിടെ തന്നെ കഴിഞ്ഞ കൊല്ലത്തിൽ നിന്ന് ഉണ്ടായതാണ്. കണ്ടോ, പട്ടാണി, ഇതൊരു വെള്ളരി, സാലഡ് വെള്ളരി, ഇത് മേടിച്ചതാണ്. സാലഡ് എൻ്റെ ആവശ്യങ്ങൾക്ക് ഞാൻ ഇഷ്ടംപോലെ പറിക്കണമുണ്ട് കേട്ടോ. തക്കാളി തൈയൊക്കെ ഇപ്രാവശ്യം ഇഷ്ടം പോലെയാണ്. ഞാൻ ഒന്നും മേടിച്ചതേ അല്ല, ഇതൊക്കെ തന്നെത്താനെ ഉണ്ടായതാണ്. മീൻസ് തന്നെത്താനെ കഴിഞ്ഞ കൊല്ലത്തിൽ നിന്ന് കിളുത്ത് വന്നതാണ് കേട്ടോ. അങ്ങനെ ഒരു ഗുണമുണ്ട് അല്ലേ. കഴിഞ്ഞ കൊല്ലത്തെ വല്ല ബാക്കി ഉണ്ടെങ്കിൽ അത് കിച്ചൺ വേസ്റ്റ് അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അതിൽ നിന്നൊക്കെ തന്നെത്താനെ കിളുത്ത് വരും, ഒന്നും ചെയ്യണ്ട. പിന്നെ എൻ്റെ വണ്ടർഫുൾ, എൻ്റെ ഹാപ്പിയസ്റ്റ്, പ്രതീക്ഷിക്കാത്ത ഒരു വലിയ സന്തോഷമാണ് ടെറസിൽ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് ഗ്രേപ്സ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. കണ്ടോ, അതെനിക്ക് വലിയ സന്തോഷം തന്നു കേട്ടോ. കണ്ടോ, ഉണ്ടായും കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനി വലുതായിട്ടില്ല, വലുതാവണു, ലേശം ചെറുതായിട്ടിങ്ങനെ വലുതാവുന്നുണ്ട്. ബ്ലൂ വെറൈറ്റി ഗ്രേപ്സാണ്. പിന്നെ നമ്മുടെ കാന്താരി മുളകായി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ജൂലൈ ആയിട്ടല്ലേ ഉള്ളൂ. അപ്ഡേറ്റ്സ് ഇട്ടിട്ട് കുറച്ച് ദിവസം ആയല്ലോ എന്ന് വെച്ചിട്ട് അപ്ഡേറ്റ്സിൽ ഇറങ്ങിയതാണ്. പിന്നെ ടേണിപ്പ്, ഇതൊക്കെ ഒന്ന് ഹാർവെസ്റ്റിന് റെഡിയാണ്, ഹാർവെസ്റ്റ് ചെയ്യണം. ടേണിപ്സ് കുറേ ഉണ്ട് കേട്ടോ, അതായത് നൂൽക്കോൽ, അത് കുറേ ഉണ്ട്. ആവശ്യങ്ങൾക്ക് ആവശ്യാനുസരണം ഓരോന്നും എടുക്കാറുണ്ട്. പിന്നെ ബീൻസ് വിത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഒക്കെ കിളുത്ത് വരുന്നു. പുതിന, ഇഷ്ടംപോലെ പുതിനയാണ്.
ഇത് പിന്നെ ബുഷ് ബോണൻ, തിക്കെ ബോണൻ എന്ന് ഇവിടെ പറയൂ കേട്ടോ. തിക്കെ ബോണൻ, അതായത് നമ്മുടെ നാട്ടിലെ മൊച്ചപ്പയറാന്ന് തോന്നുന്നു, നല്ല വണ്ണമുള്ള പയർ. ഇതൊക്കെ ഇന്ന് കുറേ പറിച്ചു ഞാൻ. ഇതിനിപ്പോൾ ലാസ്റ്റ് റൗണ്ടിൽ നിൽക്കുകയാണ്. ഇതിപ്പോൾ ജൂണൊക്കെ കഴിഞ്ഞാൽ ഇതിൻ്റെ കാലാവധി തീരും. പിന്നെ ഇത് ടേണിപ്പ്, നൂൽക്കോല്, പാവയ്ക്ക ആയിട്ടുണ്ട് കേട്ടോ, ആയി വരുന്നു ഓരോന്ന് കായ്. ഇതുണ്ടോ കൈപ്പയ്ക്ക, കണ്ടോ കൈപ്പയ്ക്ക ആയി വരുന്നു. ബ്യൂട്ടിഫുൾ അല്ലേ? മൈ ബ്യൂട്ടീസാണ് ഇവരൊക്കെ. പാവയ്ക്ക അങ്ങനെ 2 ഞാൻ മേടിച്ചുള്ളൂ. പിന്നെ 3-4 തൈ തന്നെത്താനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കിച്ചൺ വേസ്റ്റിൽ നിന്ന് ഉണ്ടായതാണ്. അതും കാണിച്ചു തരാം. പിന്നെ തക്കാളി ഇപ്രാവശ്യം കുറേ തൈ ഉണ്ട്. എൻ്റെ പൂ ഇട്ടിട്ടേ ഉള്ളൂ തക്കാളി. സാലഡ്സ്, പട്ടാണി, ഗ്രീൻ പീസ് പറിക്കാറായിട്ടുണ്ട്. കുറേ പറിച്ചു. ഇത് ലാസ്റ്റ് റൗണ്ടാന്ന് തോന്നുന്നു. ഇതൊക്കെ ഞാൻ ഏപ്രിലിൽ അങ്ങോട്ട് വിത്തിട്ടതാണ്. ഓക്കെ, കുറേ പറിച്ചു കേട്ടോ. ഇത് ലാസ്റ്റ് റൗണ്ട് കുറഞ്ഞത് ഹാർവെസ്റ്റ് ചെയ്യണം. കൊറിയാണ്ടർ, ഇത് സീഡ്സ് ഇട്ട് വന്നതാണ്. ഇതൊക്കെ ഏപ്രിലിൽ വിത്തിട്ടതാണ് കേട്ടോ. കൊറിയാണ്ടർ, അടുത്ത സീഡ്സ് വരണു. ധനിയ, കാണാൻ എന്ത് ഭംഗിയല്ലേ. ധനിയയുടെ കൊറിയാണ്ടർ ഇങ്ങനെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാട്ടോ. നല്ല വെളുവിളാന്ന് പൂക്കൾ കണ്ടോ. എന്നിട്ട് അതിൻ്റെ സീഡ്സും കിട്ടും. ഇതിനായിട്ടിപ്പോൾ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം സീഡ്സ് മേടിച്ചിട്ടാൽ മതി. അത് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ കൊല്ലം ഇങ്ങനെ വന്നോളും, ഉണ്ടായിക്കോളും. പിന്നെ ഈ സീഡ്സ് ഉണങ്ങുമ്പോൾ അത് പിന്നെ ഇട്ടാൽ മതിയല്ലോ. ഓക്കെ, നമ്മുടെ കറിവേപ്പ് വീണ്ടും കിളുത്ത് വരുന്നുണ്ട് കണ്ടോ. മഞ്ഞൾ ഇപ്രാവശ്യം പുതിയതായിട്ട് ട്രൈ ചെയ്യാണ്. ഇവിടെ കിട്ടുന്ന മഞ്ഞളാണ് കേട്ടോ. മുളക്, ഇത് നീളമുളകാണ്. ഒക്കെ പൂവിട്ട് വരണേ ഉള്ളൂ കണ്ടോ. പൂവുണ്ടായിട്ടേ ഉള്ളൂ. അല്ല സോറി, ഇത് റൗണ്ട് മുളകാണ് കേട്ടോ. ഇത് റൗണ്ട് മുളക്, ഇതാണ് നീളമുളക് കേട്ടോ. കണ്ടോ, ഒക്കെ പൂ വരുന്നേ ഉള്ളൂ. മുളക് വരുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ ഇവിടെ ഇത് കോളിഫ്ലവർ ആണോ ബ്രോക്കോളി ആണോ എന്നറിയില്ല. ഇതൊക്കെ കിച്ചൺ വേസ്റ്റിൽ നിന്ന് എനിക്ക് ഉണ്ടായതാണ് കേട്ടോ. കിച്ചൺ വേസ്റ്റ് കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടല്ലേ. ഇവിടെ ഇടയ്ക്ക് ഒരു പാപ്രിക്ക, ക്യാപ്സിക്കൻ്റെ തൈയുണ്ട്. കായ് വരുന്നേ ഉള്ളൂ. കണ്ടോ എൻ്റെ സൺഫ്ലവർ കുട്ടീസ്. അയ്യാ, ലേഡി ബഗ് കണ്ടോ, ചാച്ച ഉറങ്ങുക. ഇടയ്ക്കൊക്കെ ഞാൻ മുളക് തൈ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കാന്താരി മുളക്, ഇതൊക്കെ വിത്തിട്ട് ഞാൻ മുളപ്പിച്ചതാണ്. കഴിഞ്ഞ കൊല്ലത്തെ വിത്തെടുത്ത് ഇതാക്കിയതാണ്. ആയി വരണേ ഉള്ളൂ. എല്ലാം പൂ ഇട്ടിട്ടേ ഉള്ളൂ. തക്കാളി തൈ ഇഷ്ടം പോലെയാണ്, അതുകൊണ്ട് എല്ലാം പൂ ഇട്ടു. ഓക്കെ, പിന്നെ ചീര, നമ്മുടെ പാലക് ചീര എല്ലാം പറിക്കാറായി കേട്ടോ. ഇത് മൊത്തം ഇതിന്ന് ഹാർവെസ്റ്റ് ചെയ്യാൻ പോകണം. എല്ലാം വിത്ത് വരെ വരാൻ തുടങ്ങി. നേരമില്ലായിരുന്നു, വിത്ത് വരെ വരാൻ തുടങ്ങി. അപ്പോൾ ഇന്നത് ഹാർവെസ്റ്റ് ചെയ്തേ പറ്റൂ. ഇത് പ്രശ്നം പുതിയതായിട്ട് ട്രൈ ചെയ്യാണ്. അവിടെ ഉണ്ട് ഒരു ബഗ്, ലേഡി ബഗ്. ഇത് ന്യൂസിലൻഡ് ചീര. ഇപ്രാവശ്യം ഇത് പുതിയതായിട്ട് ട്രൈ ചെയ്യാണ് കേട്ടോ. ട്രൈ ചെയ്ത് കറി ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ പറയുന്നുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് കേട്ടോ. ഇത് ഒരു ചൊരക്കയല്ല, പീച്ചിങ്ങയുടെ തൈയാണ് കേട്ടോ. ആവണേ ഉള്ളൂ.
ഇവിടെ കണ്ടോ ഒരു കൈപ്പയ്ക്കയുടെ തൈ. ഇത് കിച്ചൺ വേസ്റ്റിൽ നിന്ന് ഉണ്ടായതാണ്. കിച്ചൺ വേസ്റ്റിൽ ഇങ്ങനെ ഇത് വിത്തോട് കൂടെ എന്തെങ്കിലും ചീത്തയായിട്ടുള്ളതൊക്കെ നമ്മൾ കിച്ചൺ വേസ്റ്റിൽ കളയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കിച്ചൺ വേസ്റ്റ് ഞാനിവിടെ ശേഖരിച്ച് വയ്ക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് ഉണ്ടായതാണ് കേട്ടോ ഇതൊക്കെ. ഈ പാവൽ കണ്ട, എൻ്റെ കുട്ടി പാവൽ, എൻ്റെ പാവൽ കുട്ടിയാണിത്. ഇത് മാങ്കോൾഡ് ചീര, അതായത് സ്വിസ് ചാട്ട് എന്ന് പറയില്ലേ, ആ ചീരയാണിത്. ഇതൊന്ന് ഹാർവെസ്റ്റിനാണ്. ഇത് നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ, എന്താ പറയുക, സ്വീറ്റ് പൊട്ടാറ്റോ. ഓക്കെ. പിന്നെ ഇത് റാസ്ബെറി കണ്ടോ, ബ്യൂട്ടിഫുൾ അല്ലേ, റാസ്ബെറിയാണ്. ഇതൊരു സാലഡ് ടൊമാറ്റോയുടെ തൈയാണ് കണ്ടോ, ടൊമാറ്റോസ് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് അതിൽ, കണ്ടോ പച്ചപ്പ്. ഇവിടെ ഒരു സാലഡ് ടൊമാറ്റോ, ഇതൊന്നും കൂടെ കുറേ ഉണ്ടായിട്ടുണ്ട്, കുറേയൊക്കെ പറിച്ചു ഞാൻ. കണ്ടോ സാലഡ് ടൊമാറ്റോസ്. പിന്നെ ഇവിടെയുണ്ട് ടേണിപ്പ്, അതായത് നമ്മുടെ നൂൽക്കോല് ഇവിടെ ഉണ്ടായിട്ടുണ്ട് കണ്ടോ, നൂൽക്കോലുണ്ട്. തക്കാളി തൈ ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇത് സ്വിസ് ചാട്ട് അടുത്തത്, ഇതിന്ന് ഹാർവെസ്റ്റ് ചെയ്യണം. ഇത് നമ്മുടെ സ്പ്രിങ് ഓണിയൻ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഞാൻ എല്ലാ കൊല്ലം ചെയ്യുന്നതാണ്, ഞാൻ പറഞ്ഞിട്ടുമുണ്ട്, വീഡിയോ കാണുന്നവർക്ക് അറിയാം. കടയിൽ നിന്ന് മേടിക്കുന്ന സ്പ്രിങ് ഓണിയൻ്റെ ഈ ബോട്ടം പോർഷൻ ഉണ്ടല്ലോ കണ്ടോ, ഇത് ഫോർ എക്സാമ്പിൾ ഇത് ഇന്നലെ ഞാൻ കട്ട് ചെയ്തതാണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇത്രയും ഭാഗം ആക്ച്വലി ഇത് കുറച്ച് നീളമായിട്ട് വെച്ചെന്നേ ഉള്ളൂ. ഇത്ര ഭാഗം മതി. ഇത്രയും കടയിൽ നിന്ന് മേടിക്കുന്ന സ്പ്രിങ് ഓണിയൻ്റെ ഇത്ര ഭാഗം വിട്ടിട്ട് ആ വേരോട് കൂടെ ഇത്രയും നീളത്തോടു കൂടെ നമുക്ക് മണ്ണിൽ വീണ്ടും കുഴിച്ചിട്ട് വെക്കുകയാണെങ്കിൽ റീഗ്രോയിങ് ആണിത്. സോ അതുപോലെ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്, ഗാർഡനിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക്. ഓക്കെ. സോ ഇത്രയും നീളം വെച്ച് മണ്ണിൽ വെച്ചാൽ പിന്നെ അത് റീഗ്രോയിങ് ആവും. ഓക്കെ. ഇത് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. അങ്ങനെതാ ഉള്ളിത്തണ്ട് കണ്ടു, കുറേ ഉണ്ട് എനിക്ക്. ഇതുപോലെ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു ബണ്ടിലായിട്ടല്ലേ കിട്ടുക. ആ ബണ്ടിലിൽ ഓരോ ഉള്ളി ഞാൻ ഇതുപോലെ അതിൻ്റെ എൻഡ് ഭാഗം കട്ട് ചെയ്തിങ്ങനെ വെക്കും. അപ്പോൾ ഇതിങ്ങനെ എനിക്ക് റീഗ്രോയിങ് ആയി ഇത്ര വലുതായിട്ട് കിട്ടും. സൂപ്പറല്ലേ. ഇതിനായിട്ട് ഒരു വളം ഇടാറില്ല, ഒന്നും ചെയ്യാറില്ല, വെള്ളം ഒഴിച്ച് കൊടുക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഇതാ ഇഞ്ചി, ഇവിടെ നിന്ന് കടയിൽ നിന്ന് മേടിച്ച ഇഞ്ചിനെ നട്ടതാണിത്. ഓക്കെ. ഇത്രത്തോളമൊക്കെ ആയിട്ടുള്ളൂ. ഇവിടുത്തെ പൂക്കൾ കേട്ടോ, ഇതിപ്പോൾ ചെറിയ പൂക്കൾ, ഇതൊക്കെ മേടിച്ചാൽ ഞാൻ കടയിൽ നിന്ന് കേട്ടോ. ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. ഇതൊക്കെ നാട്ടിലെ ചീരയാണ്. ഇതൊക്കെ കഴിഞ്ഞ കൊല്ലത്ത് വിത്ത് ഞാനിങ്ങനെ ഇട്ട് വെച്ചപ്പോൾ അത് കൊല്ലം കിളുത്ത് വന്നതാണ് കേട്ടോ, പാലച്ചീരയുടെ കൂടെ. ഇവിടെയും ധാരാളം ചീര ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ക്യാപ്സിക്കം ഇപ്രാവശ്യം ഞാൻ പറയും തൈ മേടിച്ചതുമല്ല, വിത്തിട്ട് ഇതാക്കിയതുമല്ല. ഇത് കടയിൽ നിന്ന് മേടിച്ച ക്യാപ്സിക്കത്തിനെ കഴിച്ചതിന് ശേഷം ആ വിത്തിനെ ഞാൻ മണ്ണിലിട്ടതാണ്. എന്നിട്ടാണിത് കിളുത്ത് വരുന്നത് കേട്ടോ. കണ്ടോ, പൂ വരാൻ തുടങ്ങി. ഇത് വേറൊരു ക്യാപ്സിക്കത്തിൻ്റെ തൈയാണ്. ഇതും അതേപോലെ ഒരേ ഒരു ക്യാപ്സിക്കമാണ്. ഒറ്റ ക്യാപ്സിക്കത്തിൽ ഉള്ള വിത്തുകളുണ്ടല്ലോ, അത് കഴിച്ചതിന് ശേഷം ഒന്ന് ഉണക്കുക, ഒരു ദിവസത്തെ ഒന്ന് ഡ്രൈ ആവുക, എന്നിട്ട് മണ്ണിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെത്താനെ കിളുത്ത് വരുന്നു, നമ്മളൊന്നും ചെയ്യണ്ട. കണ്ടോ, ഇത് പൂവിടാൻ തുടങ്ങി. ഓക്കെ. അധികം ചിലവുമില്ലാതെയും ഗാർഡനിങ് ചെയ്യാമല്ലോ, അതിന് വേണ്ടി ഇത് പറയണം കേട്ടോ. കാശ് ചിലവില്ലാണ്ട് നമുക്ക് ഗാർഡനിങ് ചെയ്യാമല്ലോ, അതിന് വേണ്ടി ഇത്രയും പറയണം കേട്ടോ. ഇതാ ഈ വണ്ണമുള്ള പയർ ഇതൊക്കെ ഒന്ന് ഹാർവെസ്റ്റ് ചെയ്യണം. ഈ ലേഡി ബഗ്സിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്തുകൊണ്ടാണെന്നറിയാമല്ലോ, ഗാർഡനിങ് ചെയ്യുന്നവർക്കറിയാം. ഇതുപോലെ
എന്താ പറയുക, ഈ ഇതിൽ പിടിക്കുന്ന പെയിനെന്ന് പറയില്ലേ, ബ്ലാക്ക് ലോയ്സ് എന്ന് പറയും ഇവിടെ, ഇലയിൽ വരുന്ന പെയിന്. ആ പെയിനൊക്കെ ഇത് തിന്നും. അതുപോലെ ഓരോ പുഴുക്കളുണ്ടെങ്കിൽ അതൊക്കെ പിടിച്ച് തിന്നും ഇത്. അപ്പോൾ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമുക്കൊരു പണിയില്ല, അതാണ് പറയേണ്ടത്. അതുകൊണ്ട് എനിക്ക് ലേഡി ബഗിന് ഭയങ്കര ഇഷ്ടമാണ്, കാണാൻ ഭംഗിയല്ലേ. ഇവിടെ ഉള്ളവർ പറയണത് മറിയൻ കേഫർ എന്നാണ് ജർമ്മനിൽ പേര്. അത് ഒത്തിരി ലക്ക് തരുന്നതാണ്, ലക്ക് ഉണ്ടാവുന്നതാണ് എന്ന് ഇവിടെ ന്യൂ ഇയറിനൊക്കെ മറിയൻ കേഫറിന് ഇതായിട്ട് കൊടുക്കും ആൾക്കാർക്ക്, പ്രസൻ്റായിട്ട് കൊടുക്കും ആൾക്കാർക്ക്. മറിയൻ കേഫർ പന്നിയൊക്കെയാണ് കൊടുക്കുക അവിടെ. ഇതൊരു യെല്ലോ റൗണ്ട് സുക്കീനിയാണ്. ഓക്കെ, ഇതൊക്കെ ഇപ്രാവശ്യം ആദ്യമായിട്ട് ട്രൈ ചെയ്യാണ്. ഇത്രയും വലുതാവുണ്ട് കേട്ടോ ഇത്. ഇത്ര സ്പേസ് വേണം അതിന്, കണ്ടോ, കാണുന്നുണ്ടോ? ഇത്ര സ്പേസ് വേണം അതിന്. വലിയ വലിയ ഇലകളാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ വെച്ചിട്ടുള്ള ചട്ടി നോക്കി നോക്കൂ, ചട്ടി ഇത്രയും വലുതാണ്. ഇത്ര ഒരു എന്താ പറയുക 40-50 സെൻറ്റിമീറ്റേഴ്സ് ചട്ടിയാണിത്. അതിൽ ഇത്രയും വലിയ സുക്കീനിയുടെ ഇലകൾ. കായ് വിട്ടിട്ടേ ഉള്ളൂ, കായ് ഒരെണ്ണം വന്നിട്ടേ ഉള്ളൂ. കണ്ടില്ലേ, 2 കായ് വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടോ, 2 എണ്ണം ഉണ്ട്, പിന്നെ ഒരെണ്ണം ഉണ്ട്, കണ്ടോ. യാ, സോ കണ്ടോ, ബീട്രൂട്ടിൻ്റെ വിത്തുകൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇത് കഴിഞ്ഞ കൊല്ലത്തിന് വെച്ച ബീട്രൂട്ട് തൈയാണ്, അതങ്ങനെ വിത്തായി. ശരി, ഓക്കെ, വിത്തിന് വേണ്ടി വിട്ടിരിക്കുകയാണ്, റീഗ്രോ ചെയ്യാമല്ലോ. തക്കാളി തൈകൾ, ഇവിടെ ഒരു ടേണിപ്പ് ഉണ്ട്, അതായത് നൂൽക്കോൽ, കണ്ടോ ഉള്ളിൽ ടേണിപ്സ് കുറേ ഉണ്ട് ഇപ്രാവശ്യം. തക്കാളി തൈ ഇത് അതേപോലെ തന്നെ ബ്രോക്കോളിയാണെന്ന് തോന്നണേ, ഉണ്ടോ, സൈഡിൽ കൂടെ ഒക്കെ വന്നിട്ടുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ് ഇസ് ബ്രോക്കോളി. ഇത് കിച്ചൺ വേസ്റ്റിൽ നിന്ന് ഉണ്ടായതാണ്, അതുകൊണ്ട് എനിക്ക് അറിയില്ല. ഉണ്ടായി വന്നപ്പോൾ അത് ഞാൻ അങ്ങനെ നട്ട് വെച്ചു എന്നേ ഉള്ളൂ. കിച്ചൺ വേസ്റ്റിൽ ഉണ്ടായതാണ് ഇതൊക്കെ. സൈഡിൽ കൂടെ ഒക്കെ വരുന്നുണ്ട്. ബ്രോക്കോളി ആണല്ലോ ഇങ്ങനെ സൈഡിലൊക്കെ വരിക. കോളിഫ്ലവർ ഒരു പൂവല്ലേ വരുള്ളൂ. പിന്നെ സ്ട്രോബെറി തൈയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്, ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. അല്ല, ഇത് കാട്ട് സ്ട്രോബെറി, കാട്ടിലുണ്ടാവുന്ന സ്ട്രോബെറിയാണ്. വാൾഡ് ബെയർ എന്നാണ് ജർമ്മനിൽ പറയുക. കണ്ടോ, ഇത്രയും കുഞ്ഞു സാധനമാണ്. ഞാൻ കുറേ പറിച്ചു, അടുത്ത സെറ്റായി വരുന്നു. നല്ല ടേസ്റ്റ് കേട്ടോ, ഇത്രയും ചെറുതാണെങ്കിലും നല്ല ടേസ്റ്റാണ്. കുറ്റിപ്പയറിൻ്റെ തൈ, കുറ്റിപ്പയർ, ഇത് ബീൻസാന്ന് തോന്നുന്നു, ഇല്ല കുറ്റിപ്പയർ തന്നെയാണ്. കുറ്റിപ്പയർ കുറേ നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതും അതേപോലെ തന്നെയാണ് കേട്ടോ, കിച്ചൺ വേസ്റ്റിൽ നിന്നുണ്ടായ ഒരു എന്താ പറയുക, ബട്ടർ നട്ട് എന്ന് പറയില്ലേ, ബട്ടർ നട്ട് എല്ലാവർക്കും അറിയാമല്ലോ. സീ ഹൗ ബ്യൂട്ടിഫുൾ, ചെറിയ ബട്ടർ നട്ട് വന്നിട്ടുണ്ട്, കണ്ടോ ഈയടാ, കിച്ചൺ വേസ്റ്റിൽ നിന്ന് ഉണ്ടായതാ. എന്ത് ഭംഗിയാണ് അതിൻ്റെ പൂവ്. പിന്നെ ഇവിടെയൊക്കെ ബീൻസ് കയറ്റി വിട്ടിട്ടുണ്ട് കേട്ടോ. ബീൻസും പിന്നെ കുറ്റിപ്പയറും എല്ലാം മിക്സഡാണ് കയറ്റി വിട്ടിട്ടുണ്ട്. ഈ തന്നെത്താനെ മുളച്ച് വന്നതാണ്, കിളുത്ത് വന്നതാണ് ഇപ്രാവശ്യം കുറേ കേട്ടോ. വലിയ കാര്യമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല ഇപ്രാവശ്യം. കിച്ചൺ വേസ്റ്റിൽ നിന്ന് ഉണ്ടായ കുറേ പച്ചക്കറികൾ, എന്ത് രസമല്ലേ. അധികം കാശ് മുടക്കവുമില്ല, നമുക്ക് അത്യാവശ്യം വീട്ടിൽ പച്ചക്കറികൾ ഉണ്ടാവുകയും ചെയ്യും. ഇത് നാട്ടിലെ സബോള ഞാൻ നട്ട് വെച്ചതാണ്, അത് വിത്ത് വരാറായിട്ടുണ്ട്, കണ്ടോ. ഒരു ഇഞ്ചി തൈ ഒരു 5-6 തൈ വെച്ചിട്ടുണ്ട് കേട്ടോ. കാക്കയ്ക്ക് തിന്നാൻ സാലഡ് കിട്ടുമെന്ന് തപ്പി നടക്കുക. സാലഡ് എല്ലാം വെച്ചാൽ മതി കേട്ടോ, കാക്ക വന്ന് കൊത്തിയിട്ട് പോകും. പിന്നെ കാക്കയെ കണ്ടപ്പോൾ അതും കൂടെ എടുത്തൊന്നേ ഉള്ളൂ കേട്ടോ, കണ്ടോ.
ഇവിടെയൊക്കെ വരും ഇങ്ങനെ വന്ന് സാലഡ്സ് ഉണ്ടെങ്കിൽ സാലഡ് ഇല ഭയങ്കര ഇഷ്ടമാണ്. വന്ന് കൊത്തി തിന്നിട്ട് പോകും. രസമല്ലേ? വീട്ടിലുള്ള ഭക്ഷണം പിന്നെ ഞാൻ ഇവർക്ക് കൊടുക്കും കേട്ടോ. ഇങ്ങനെ ഓരോ ധാന്യങ്ങൾ ഓരോന്നൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. വെളുത്തുള്ളി ഇതൊക്കെ ഹാർവെസ്റ്റിനായി. എൻ്റെ ആവശ്യാനുസരണം ഞാൻ ഓരോന്ന് പൊട്ടിക്കാറുണ്ട് കേട്ടോ. ഇതൊക്കെ ഹാർവെസ്റ്റിനായിട്ടുണ്ട്. വെളുത്തുള്ളിയാണ്. കുറേ ഉണ്ട്, വെളുത്തുള്ളിയുടെ തൈ കുറേ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ലാസ്റ്റ് ഇയർ ഞാൻ വെച്ചതാണ് വെളുത്തുള്ളി. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം ഇതൊക്കെ. ഞാൻ ഒക്ടോബറൊക്കെ ആകുമ്പോഴേക്കും നെക്സ്റ്റ് ഇയറിനുള്ള ഗാർലിക് ഞാൻ നട്ട് വയ്ക്കും. പിന്നെ ഇത് പൊട്ടേറ്റോസ്, ഇതും കിച്ചൺ വേസ്റ്റിൽ നിന്ന് ഉണ്ടായതാണ്. മുള വരുന്ന ഉരുളക്കിഴങ്ങിനെ ഇങ്ങനെ മണ്ണിൽ കുഴിച്ചിട്ടാലും മതി. അതിൻ്റെ പകുതി മുള വന്ന ഭാഗം മാത്രം മണ്ണിൽ കുഴിച്ചിട്ടാലും മതി. അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ കിച്ചൺ വേസ്റ്റിൽ ഇങ്ങനെ തൊലി കളയുക, അങ്ങനത്തെ കുറച്ച് ഭാഗം കളയുക ഒക്കെ വരുമ്പോൾ അങ്ങനെ കിച്ചൺ വേസ്റ്റിൽ ഇടുമല്ലോ. ഇത് അങ്ങനെ കിളുത്ത് വന്നതാണ് കേട്ടോ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഉരുളക്കിഴങ്ങുണ്ട്. ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ എടുത്തു. ഇനി ഉരുളക്കിഴങ്ങിന് ഹാർവെസ്റ്റിനൊക്കെ ആവണം. കണ്ടോ, ഇത് അടുത്ത സെറ്റ്. ഇതാണ് ഉരുളക്കിഴങ്ങാണ്. ഇത് പിന്നെ വയലറ്റ് കളറ് കണ്ട, വയലറ്റ് കളർ ഉരുളക്കിഴങ്ങ കണ്ട. യാ സൂപ്പറല്ലേ? യാ ഒക്കെ എടുക്കാറായിട്ടുണ്ട്. ബീട്രൂട്ട് വിത്തിട്ട് വന്നതാണ്, കിളുത്ത് വന്നതാണ്. അങ്ങനെ ചീരയും കുറച്ച് കാര്യങ്ങൾ വെജിറ്റബിൾസ് അതിൻ്റെ ആവശ്യത്തിന് ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹാർവെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ബോൺ എന്നാണ് ഇതിന് പറയുക. നമ്മുടെ മൊച്ചപ്പയർ പോലെ ഉണ്ടാവും. കണ്ടോ, അത്രയും വണ്ണമുണ്ട്. ഇത് കണ്ടോ, ഓരോ കണ്ടോ? ദൈവമേ, ഇത്രയും വലിയ വണ്ടൊക്കെയാണ് ഇവിടെ ഉള്ളത്. കണ്ടോ, എന്ത് വേണ്ടെന്ന് എനിക്കറിയില്ല. അറിയണവർ പറയണേ. ഇന്നത്തെ ഹാർവെസ്റ്റ് കണ്ടോ? കുശാലല്ലേ? ഞാൻ ഹാപ്പിയാണ്. കണ്ടോ, ഇത്രയും പാലക് ചീര ഒരു തോരനുള്ളതായി, അല്ലെങ്കിൽ ഒരു പരിപ്പിട്ട കറി വെച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ. തോരൻ ഉണ്ടാക്കിയാലും കൊള്ളാം. പിന്നെ പാലക് ചീര അറിയാലോ, ചീസൊക്കെ ഇട്ടിട്ട് പനീർ ഒക്കെ ഉണ്ടാക്കുമല്ലോ. പിന്നെ പരിപ്പിട്ട് കറി വെച്ചാലും നല്ല ടേസ്റ്റാണ്. മൂങ്ക് ദാൽ ഇട്ട് കറി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ അതാ ഇത്രയും മൊച്ചപ്പയർ, തിക്ക് ബോൺ എന്ന് പറയും ഇവിടെ. നല്ല ടേസ്റ്റ് കേട്ടോ. സംഭവം നല്ല ടേസ്റ്റായത്. എന്താ ഇത്രയും വണ്ണം ഉണ്ടാവും. അത് ഉള്ളിൽ ഇതും സീഡ്സും ഇത്രയും വണ്ണം ഉണ്ടാവും കേട്ടോ. ഇതുണ്ടോ, ഇത് കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പൊളിച്ചതാണ് കേട്ടോ. കണ്ടോ, ഇത്രയും വണ്ണം ഉണ്ടാവും. ഈ സീഡ്സിനെ നമുക്ക് ഉണക്കിയിട്ടാണെങ്കിലും കറി വയ്ക്കാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ എടുത്ത് ഫ്രഷായിട്ട് മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയാൽ, ഞാൻ ഉരുളക്കിഴങ്ങ് കൂട്ടി വെളിച്ചെണ്ണയിൽ മെഴുക്ക് വരട്ടി ഉണ്ടാക്കും. അപാര ടേസ്റ്റാട്ടോ, അപാര ടേസ്റ്റാണ്. ഈ സംഭവത്തിന് ഭയങ്കര ടേസ്റ്റാണ്. അതെങ്ങനെ ഉണ്ടാക്കാം? മൊത്തം ഇതിപ്പോൾ ഫ്രഷ് അല്ലേ, അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ സീഡ്സിനെ ഉണക്കിയിട്ട് അങ്ങനെ കറി ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഇതാ ഗ്രീൻ പീസ്, ഇപ്പോഴത്തെ ഗ്രീൻ പീസാണ്. പിന്നെ ഒരു ടേണിപ്പിനെ ഇന്ന് ഹാർവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ എൻ്റെ കാര്യം കുശാൽ. ഹാർവെസ്റ്റ് എനിക്ക് കുശാലാണ്. ഐ എം വെരി ഹാപ്പി. നിങ്ങൾ ഹാപ്പി അല്ലേ?
അപ്പോൾ അങ്ങനെ പോണു ഇതുവരെയുള്ള ഗാർഡൻ അപ്ഡേറ്റ്സ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ കമൻറ്റ്സ് പറയണേ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വണ്ടർഫുൾ സണ്ണി ഡേ. നല്ല ചൂടാണ്. എന്നാലും സൂര്യനെ ഇങ്ങനെ കാണുമ്പോൾ മതി വരില്ല, അത്ര ഭംഗിയില്ലേ. അവിടെ അതിലാ തിളങ്ങി നിൽക്കണ എൻ്റെ സൺഫ്ലവേഴ്സ്, ഈ സൂര്യപ്രകാശത്തിൽ തിളങ്ങി നിൽക്കണ എൻ്റെ സൺഫ്ലവേഴ്സ്. അടിപൊളി. ഓക്കെ ഡിയേഴ്സ്, ഹാവ് എ നൈസ് ഡേ.